എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നമ്മൾ കാണാൻ പോകുന്നത് കോലാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പട്ടായ ബീച്ചിൽ നിന്ന് അവിടെ നമുക്ക് ഒരു പിയറുണ്ട്. പട്ടായയിൽ അവിടെ ഒരു പിയറുണ്ട്. കോലാനിലേക്കും വേറെ ഒത്തിരി ഐലൻഡ്സ്. ഈ തായ്ലൻഡിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചുറ്റോട് ചുറ്റും തായ്ലൻഡിൻ്റെ തന്നെ ഒത്തിരി ഐലൻഡ്സ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു തുരുത്തുകൾ. നമ്മൾ കടലിലൂടെ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് എത്തും. അതും അവരുടെ ഒരു ടൂറിസമാണ്. അപ്പം അവർ അങ്ങനെയാണ് അവരുടെ ഒരു ടൂറിസം മേഖലയൊക്കെ അവർ വികസിപ്പിച്ചെടുത്തേക്കുന്നത്. അപ്പം ഇതൊരു പെയറാണ്. അപ്പം ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ ഇതാണ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ കണ്ടില്ലേ, റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജുകൾ കണ്ടില്ലേ, അതൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പം കുറേ എന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ടുകളുണ്ട്. നമുക്ക് 2 തരത്തിൽ ഇവിടെ ടിക്കറ്റ് എടുക്കാം. ഒന്ന്, ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ വലിയ മറ്റേ ഒത്തിരി യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ബോട്ടുകളില്ലേ, ഇതേ ആ ഫ്രണ്ടിൽ കാണുന്ന പോലത്തെ അങ്ങനത്തെ ബോട്ടുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 പേരോ 16 പേരോ മറ്റോ ആയിട്ട് പോകുന്ന സ്പീഡ് ബോട്ടുകളും ഉണ്ട്. സ്പീഡ് ബോട്ടിന് തായ് ബാത്ത് 150 അപ്പം ഈ ബോട്ടിലാണെങ്കിൽ 30 തായ് ബാത്ത്. അപ്പം ഞാൻ ആദ്യം ഈ ബോട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ ബോട്ട് ഫില്ലായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പുറത്തെ സൈഡിൽ വേറെ ബോട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക്, അവിടെ ഒരു നീണ്ട ക്യൂ ആണ്. അപ്പം ഈ ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ട് ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട്. കണ്ടോ, ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ, ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പുറത്തെ ബോട്ടിൽ കയറി, ലെഫ്റ്റ് സൈഡിലുള്ള ബോട്ടിൽ കയറി. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ ഡെക്കും മുകളിലത്തെ ഡെക്കും ഉണ്ട് കേട്ടോ. താഴത്തേതിൽ ഓൾറെഡി ഫുള്ളായി. ഞാൻ മുകളിലാണ് ഇരിക്കുന്നത്. എനിക്ക് മുകളിലിരിക്കാനാണ് ഇഷ്ടം. കാരണം കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ടാവും. അപ്പം ഫ്രണ്ടിൽ ഭയങ്കര വെയിലായിരുന്നു. ഞാൻ കുറച്ച് ഫ്രണ്ടിലായിരുന്നു ആദ്യം ഇരുന്നത്. ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിലത്തെ റോയിൽ വന്നിരുന്നു. അപ്പോൾ ബാക്കിലത്തെ റോ ആകുമ്പം ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ട്. അപ്പം നമ്മൾ ഈ പട്ടായ ബീച്ചിൽ നിന്ന് നമ്മളിങ്ങോട്ടേക്ക് മൂവ് ആകുമ്പം എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കടലും ഒക്കെ ഒരു ഭയങ്കര ഗ്രീനിഷ് ബ്ലൂ, എന്താ പറയുക, ഗ്രീനും ബ്ലൂ എല്ലാം കൂടെ ഒരു മിക്സായിട്ടൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്ച്വലി കാണാൻ. കണ്ടോ, ഇപ്പം നമ്മൾ പട്ടായ സിറ്റിയിൽ നിന്ന് നമ്മൾ അകന്ന് പോവുകയാണ് കോലാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക്. അവിടെയും ചുറ്റോട് ചുറ്റും കടലാണ്. ഒത്തിരി നല്ല ബീച്ചുകളുണ്ട്. പിന്നെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു വലിയൊരു അതൊരു വലിയ ഒരു ഹിൽ ഏരിയയാണ്, ഒരു വലിയ മലയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ കയറി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, താഴത്തെ സൈഡിൽ കടലും മുകളിലേക്ക് പിന്നെ ഇതുമാണ്. അപ്പം നമ്മൾ അങ്ങനെ മുകളിലേക്ക് ഭയങ്കര വലിയ ഹിൽ ഏരിയയാണ് പട്ടായ. പക്ഷെ കുറച്ചും കൂടി ഒരു ഫ്ലാറ്റായിട്ടുള്ള ഏരിയ. കൊലാൻ അങ്ങനെയല്ല, ഭയങ്കര ഇതാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെന്നല്ല ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊലാനിൽ പോയി. പക്ഷെ പ്രശ്നം അവിടെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ടൈം കിട്ടണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് അത്ര സമയമില്ല. അപ്പം ഞാൻ കോലാനിലെ ഒത്തിരി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു, എവിടെയൊക്കെ പോകണം എന്നൊക്കെ ആലോചിച്ചു. ഇത് കണ്ടോ, ഈ കടലിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു തുരുത്ത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. എൻ്റെ മുകളിൽ അവിടെ അപ്പുറത്തെ സൈഡിലൊരു വീടും ഉണ്ടായിരുന്നു. പിന്നെ ആ സൈഡിൽ കൂടെ പോകുന്നത് ബോട്ടുകളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, ഒത്തിരി നല്ലതായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് കണ്ടോ, ഇവർ സ്പീഡ് ബോട്ടുകളും ഇങ്ങനത്തെ ബോട്ടുകളൊക്കെ ഇറക്കി ഇവരുടെ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കോലാൻ എന്ന് പറയുന്ന ദ്വീപിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇറങ്ങി, കോലാനിൽ ഇറങ്ങി. ഞാൻ ആ ഫെറിയിൽ നിന്ന് കുറച്ച് ഒന്ന് പുറത്തേക്ക് കടക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഒത്തിരി ചരക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്.
അപ്പം നമ്മുടെ എന്താ പറയണ്ടേ കരിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ ദ്വീപിൻ്റെ ഉള്ളിൽ ടൂറിസം മാത്രമേ ഉള്ളൂ അവർക്ക് വരുമാനം. അവർക്ക് വേറെ ഒരു വരുമാനവും ഇല്ല. അവർ ജസ്റ്റ് എന്താ പറയണ്ടേ ആൾക്കാർ വരുന്നു, അവർക്ക് കുറേ റിസോർട്ടുകളുണ്ട്, അവിടെ സ്റ്റേ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. ആഹാ, ഞാൻ ആ ന്യൂ ഇയറിൻ്റെ 31st അങ്ങോട്ടേക്ക് പോയത്. അതുകൊണ്ട് ഇതാ ഇവിടെ ന്യൂ ഇയർ പാർട്ടിയുടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അഥവാ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും കയറണമല്ലോ. ഭയങ്കര തിരക്കാന്നേ, പോകാനൊക്കെ ബുക്കിംഗ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ആദ്യം അവിടെ കുറച്ച് സമയം ഇരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ ടാക്സി ഇവിടെ കിട്ടാനില്ല. ഇവിടെ ഓൾറെഡി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പാവം, ഞാൻ മാത്രം ഇതൊന്നും ബുക്ക് ചെയ്തില്ല, ജസ്റ്റ് വിസിറ്റ് മാത്രം. ബുക്ക് ചെയ്തവർക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ആൾക്കാർ വന്നു. എല്ലാവരും നടക്കുന്ന വഴിയാണ് ഞാനും നടന്നു. വാവ്, കുറേ ഡ്രസ്സുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും നടക്കുന്ന വഴിയെ പോയി. അവിടെ ഒരു റൈറ്റ് സൈഡിലൊരു അമ്പലം ഉണ്ടായിരുന്നു, ചെറിയൊരു അമ്പലം. അപ്പം ഞാൻ ജസ്റ്റ് അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്തു. അത് ആക്ച്വലി റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ പൊളിച്ചൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോ. അതവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ മോക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ടേക്കൊന്ന് പോയി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ്. എനിക്ക് സത്യത്തിൽ ഇവരുടെ വലിയ കാര്യമായുള്ള കൾച്ചറുകളൊന്നും അറിയില്ല. എന്നാലും കണ്ടോ, അവർ അതൊക്കെ മാറ്റി വെച്ചേക്കാണ്. അവരുടെ റിനോവേഷൻ നടക്കുന്നത് കാരണം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പം ഞാൻ ഇത് കണ്ടോ, അവിടെ ഒരു മോങ്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇവർ പ്രധാനമായിട്ടും ബുദ്ധനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഇവർക്ക് കുറേ ബുദ്ധ സന്യാസിമാരുണ്ട്. അപ്പോൾ ആ സന്യാസിമാരിപ്പം നമ്മൾക്ക് പ്രവാചകന്മാരൊക്കെ ഉള്ളതുപോലെ അവർ ഇങ്ങനെ കുറേ സന്യാസിമാരുണ്ട്. അപ്പോൾ ആ സന്യാസിമാരെയും അവർ പലരും ഇങ്ങനെ ദൈവങ്ങളായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കുറേ കുഞ്ഞു വാനുകൾ കണ്ടു. ഞാൻ ആ വാനിൽ കയറി ബീച്ചിലേക്ക് പോവുകയാണ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഹില്ലി ഏരിയ ആണ്. ഇവിടുന്ന് കയറി നേരെ ബീച്ചിലേക്ക് പോവുക. ബീച്ചിൽ പോയി ഇറങ്ങിയിട്ട് എങ്ങനെ ആവും എന്നറിയില്ല. അപ്പം റോഡൊക്കെ ഭയങ്കര അമേസിങ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ആകാശം കാണുന്നില്ല. ആ സൈഡ് ഫുള്ള് സീ ആണ് കേട്ടോ, കടലാണ് ആ ഭാഗം മൊത്തം. അപ്പം ആൾക്കാരൊക്കെ ആ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട് നോക്കുന്നുണ്ട്. ഇതൊരു ഭയങ്കര അമേസിങ് എക്സ്പീരിയൻസാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് വാനൊക്കെ നിർത്തുന്ന ഒരു സ്റ്റോപ്പുണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞ് ഗ്രൗണ്ട്, 2 വാൻ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലം. അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് ഞാനിതാ ബീച്ചിലേക്ക് പോവുക. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കോലാൻ സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമാൻഡ് സെൻറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കോലാൻ ബീച്ച് എന്ന് പറയുന്നത്. കണ്ടോ, ഒത്തിരി ഇവിടെ കുറേ ഇങ്ങനെ കുഞ്ഞു റൈഡ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ സ്ക്യൂബ ഡൈവിങ് ചെയ്യാം. പിന്നെ അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം അവരിങ്ങനെ വന്നായിരുന്നു കുറേ ബ്രോഷേഴ്സൊക്കെ കൊണ്ട്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ എന്തൊരു മണ്ടിയാണ്, ഞാൻ ബീച്ചിലേക്ക് പോകുമ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തില്ല. ഞാൻ ആക്ച്വലി കാണാൻ വേണ്ടി പോയതാണ്. എന്നാലും ഞാനൊരു എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കുകയും ചെയ്യാം, പക്ഷേ എന്തോ എനിക്കപ്പോൾ ഇറങ്ങാൻ തോന്നിയില്ല. ഒന്നാമത് ക്ലോക്ക് റൂമൊക്കെ ഭയങ്കര ഫുള്ളാണ്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ അതൊക്കെ ഫുള്ളാണ്. അപ്പം സ്പേസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തില്ല. ഇതാണ് അവിടുത്തെ, അതായത് ബീച്ചിൻ്റെ സൈഡിലുള്ള കുഞ്ഞു ഷോപ്പുകളാണ് കേട്ടോ. വാവ്, ഇപ്പം ഞാൻ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. ഇതാണ് വ്യൂ പോയിൻ്റ്. അതായത് താഴെ ബീച്ചിൽ നിന്ന് ഞാൻ ഏറ്റവും മുകളിലേക്ക് കയറി അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ എത്തി. കണ്ടോ, ഇവിടെ നിന്ന് കാണാൻ എന്തൊരു ഭംഗിയാണ്. എനിക്കിവിടെ നിന്നിട്ട് പോകാനേ തോന്നുന്നില്ല. കണ്ടോ, താഴത്തെ ബീച്ച് കാണാൻ പറ്റും നമുക്ക്. ആ ബീച്ചിൽ കണ്ടോ കുറേ കുഞ്ഞു റൈഡ്സ് ഉണ്ട്.
പിന്നെ അതുകൂടാതെ സ്പീഡ് ബോട്ടുകൾ വരുന്നുണ്ട്. നമുക്കവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അവിടെ സ്ക്യൂബ ഡൈവിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കണ്ടോ സ്പീഡ് ബോട്ട് വന്നെടുക്കുന്നത് സ്ഥലം കണ്ടോ? ഭയങ്കര അമേസിങ് വ്യൂ ആ കണ്ടോ. ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കളർ കോമ്പിനേഷൻ. ഏറ്റവും മുകളിൽ വെള്ള, പിന്നെ ഇങ്ങനെ ബ്ലൂ കൂടി വരുന്നു. പിന്നെന്താ കൂടി വന്ന് കഴിഞ്ഞ് ഡാർക്ക് ബ്ലൂ ആയി. ആ ഡാർക്ക് ബ്ലൂ വീണ്ടും ലൈറ്റായി വന്ന് ഗ്രീൻ കളറായി. ഗ്രീൻ വീണ്ടും കളർ റിഡ്യൂസായി വന്നിട്ടൊരു വൈറ്റ് കളറിലേക്ക് വരുന്നു. എന്തൊരു ഭംഗിയാണെന്നറിയോ. അതുമാത്രമല്ല കാറ്റ് ഇത്രയും എന്താ പറയുക, ഭയങ്കര അമേസിങ് വ്യൂ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യൂ ആണ്. നിങ്ങൾ ഈ ഒരു സീനറിയിലേക്കൊന്ന് നോക്കിക്കേ. ഇത്രയും അമേസിങ് ആയിട്ടൊരു സീനറി എനിക്കെങ്ങനെയാണ് എൻ്റെ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത്രയും ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതിങ്ങനെ കണ്ട് നിന്നില്ല നമുക്ക് പോകാനേ തോന്നത്തില്ല ഇവിടുന്ന്. ഞാനിവിടെ കുറച്ച് സമയം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബൈക്കുകാരനെ പരിചയപ്പെട്ടു, ഐ മീൻ ബൈക്ക് ടാക്സി. എന്നിട്ട് ഞാൻ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക. അപ്പം ഞാൻ ഇതിന് മുമ്പ് കണ്ട ആൾക്കാരൊക്കെ, ബൈക്ക് ടാക്സിക്കാരൊക്കെ എന്നോട് 1300-2000 ബാത്തൊക്കെയാണ് പറഞ്ഞത്. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഇയാൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി 100 ബാത്ത് ഉണ്ട്. ഇതാണ് ആള്. അയാൾ എന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് സെഷനിലിടാം. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആണ്. അയാൾ ജസ്റ്റ് 100 ബാത്തിനാണ് എന്നെ അവിടേക്ക് കൊണ്ടുപോയത്. ഭയങ്കര അമേസിങ് ആയിരുന്നു. അയാൾ എനിക്ക് ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്തിട്ടാണ് എന്നെ വിട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് പട്ടായക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിലേക്ക് കയറാൻ പോകാം. അപ്പം ഞാൻ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നപ്പം ഞാൻ ഏറ്റവും പുറകിലത്തെ സീറ്റിലല്ലേ ഇരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിൽ പോയിരുന്നു. എന്നിട്ട് എൻ്റെ ബോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി ഒരു തവണയും കൂടെ കോലാനും പട്ടായ, എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം മിനിമം നമുക്ക് കാണാൻ മാത്രമുണ്ട്. കോലാനിൽ ഒരു ദിവസം മൊത്തം നമുക്ക് കാണാനുണ്ട്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ ആ ബൈക്ക് ടാക്സിക്കാരൻ എന്നെ വേറൊരു സ്ഥലത്ത്, അയാൾ എന്നെ വേറൊരു ഹിൽ ഏരിയയിൽ കൊണ്ടുപോയി. അവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് പാരാഗ്ലൈഡിങ്. അപ്പം ജോച്ചേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് ഈ ട്രിപ്പ് പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് പാരാഗ്ലൈഡിങ്ങിന് ഞാൻ ജോച്ചേട്ടനോട് പറഞ്ഞു ഞാനൊന്ന് കയറട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജോച്ചേട്ടൻ പറഞ്ഞു നീ കയറിക്കോ, എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പോലെ എക്സ്പ്ലോർ ചെയ്തോളും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നൈസായിട്ട് പോയി. അയാൾ എന്നോട് അത്യാവശ്യം നല്ല പൈസ പറഞ്ഞു. ഞാനൊരു 2000 ഒപ്പിച്ചു. 2000 ഞാൻ വീഡിയോ ഞാനാക്കി. അപ്പം എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ച് എങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നതെന്ന് പോലെ ഇരിക്കും. അപ്പം ഇനി ആരെങ്കിലും പട്ടായയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കോലാനിൽ പോവുക, അവിടുന്ന് പാരാഗ്ലൈഡിങ് എക്സ്പ്ലോർ ചെയ്യുക. ഭയങ്കര സൂപ്പർബാണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ എന്താ പറയണ്ടേ, ഫ്ലൈയിങ് ഒരുവിധം പറക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ നന്നായി എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാനിങ്ങനെ കോലാനിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് പട്ടായയിലേക്ക് എത്തുന്ന ഒരു സീനാണ് കേട്ടോ. കണ്ടോ ദൂരെ ഇങ്ങനെ കുഞ്ഞു കൂട് മുളച്ച പോലെ കുറേ കെട്ടിടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചെറിയ ഈ വ്യൂ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന, ഭയങ്കര ഒരു അമേസിങ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു വ്യൂ ആണ്. കണ്ടോ സ്പീഡ് ബോട്ടുകളൊക്കെ പുറത്ത് വിലങ്ങനെയും പോകുന്നുണ്ട്. അതാണ് ഏറ്റവും എനിക്ക് ആക്ച്വലി സ്പീഡ് ബോട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം, സ്പീഡ് ബോട്ടിൽ പോയാലും നമുക്ക് ഇതുപോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. സ്പീഡ് ബോട്ടിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് കുലുങ്ങിയാണ് പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ
ഈ ബോട്ടിൽ വന്ന്. ഈ ബോട്ടിലാകുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരിക്കും. അപ്പം നന്നായി വെള്ളം കുടിക്കുക, ഏറ്റവും നന്നായി. നമുക്ക് ചിലപ്പോൾ ആ ദാഹം ഫീൽ ചെയ്യത്തില്ല. ഒന്നാമത് ഈ കടലിൻ്റെ ഒരു കാറ്റൊന്നും അടിക്കാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ, എനിക്ക് ബീച്ചിലൊന്നും അങ്ങനെ പോയി വലിയ ശീലമില്ല. അപ്പം അങ്ങനെ അടിക്കാത്ത ആളിതാ പട്ടായ എത്തി. അങ്ങനെയുള്ളവരാണെങ്കിൽ അത്യാവശ്യം നന്നായി വെള്ളം കുടിക്കണം കേട്ടോ, ഒത്തിരി നന്നായിട്ട് വെള്ളം കുടിക്കണം. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കും അതാണ്, വെള്ളം കുടിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞു. കുടിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചൊന്ന് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ബോട്ടിലൊക്കെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവായിരുന്നു, ഉറക്കം വന്നിട്ട്. ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ചൂടും നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ. അപ്പം ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് സിക്കാവും. അത് ഒഴിവാക്കാൻ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ അവിടെ നിന്നൊരു കരിക്കൊക്കെ കുടിച്ചാണ് ഒന്ന് സെറ്റായത്. ഞാനിവിടെ ഇറങ്ങി. വാവ്, പട്ടായ സിറ്റി, ഇതാണ് നമ്മുടെ പട്ടായ ബീച്ച് എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഇറങ്ങി പട്ടായ ബീച്ചിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ഓട്ടത്തിലാണ്. ഇതാണ് പട്ടായ ബീച്ച്. പിയറിൽ നിന്ന് പുറത്ത് കിടന്ന് ബീച്ചിലെത്തി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ബീച്ചിൽ വന്നത് രാത്രിയാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ രാത്രി ആയായിരുന്നു, അതുകൊണ്ട് രാത്രിയാണ്. പക്ഷെ പകലും രാത്രിയും ഈ ബീച്ചുകൾ കാണാൻ ഭയങ്കര വ്യത്യാസമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കളർ, രാത്രി എന്ന് പറയുമ്പോൾ ഫുള്ള് ലൈറ്റിങ്ങും കുറേ LED ബൾബ്സും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ കോലാനിൽ പാരാഗ്ലൈഡിങ്ങിന് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പം വീണ്ടും കാണും വരേക്കും നമസ്കാരം.